എല്ലാവർക്കും നമസ്കാരം. സോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് സെലക്ഷൻ അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിലേക്ക് എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയത് ഞാൻ വേണ്ടത്തുള്ളൊരു ക്ഷേത്രത്തിൽ ഒരു അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ്. അപ്പം തിരിച്ച് ആ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പം ഭയങ്കര ഒരു പോസിറ്റീവ്നെസ്, ഭയങ്കര ഒരു ഹാപ്പിനെസ്, ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളോട് ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ഫുഡൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്. അപ്പം ഡോക്ടറുടെ പുതിയൊരു വീഡിയോ ഇന്നലെ ഇട്ടതാണ് കേട്ടോ. ഞാനിത്തിരി വൈകിപ്പോയെന്നേ ഉള്ളൂ. അപ്പം ഇന്നലെ ഡോക്ടർ ഇട്ട ഒരു വീഡിയോ ആണ്. അത് പ്രത്യേകിച്ച് ചിരിച്ചുകൊണ്ട് കാര്യം പറയുന്ന ഡോക്ടർ. മിക്കവാറും ഡോക്ടറുടെ വീഡിയോ എല്ലാം തന്നെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ അമ്മ ആ ചിരി കാണാനൊരു പ്രത്യേക എനർജിയാണ്. ആ ചിരി കണ്ടു കഴിഞ്ഞാലേ ഒരു പ്രത്യേക ഒരു വൈബാണ് നമുക്ക് ആ വീഡിയോ ചെയ്യുമ്പോഴും ആ വൈബ് നമുക്ക് കിട്ടും. ഒരു പോസിറ്റീവ് എനർജി അല്ലേ? അത് തന്നെയാണ് ഡോക്ടറുടെ വീഡിയോയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്. ഡോക്ടർ അമ്പലത്തിൽ പോയ കാര്യമാണ് പറയുന്നത്. അതുപോലെ ഒത്തിരി ദിവസമായി ഡോക്ടർ പുതിയ വീഡിയോകളൊന്നും ഇട്ടിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ കണ്ടന്റ് ഇല്ലാതെ, ഡോക്ടറുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ വേറെ വീഡിയോകളൊക്കെ പോകുന്നത്. അതുപോലെ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങി ഞാൻ ഒത്തിരി വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. നമ്മളെ പ്രിയപ്പെട്ടവരെല്ലാവരും അതൊക്കെ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വീഡിയോ വന്നാലും നമ്മൾ ഇടാം. അതുപോലെ വേറെ ഒരു വീഡിയോ കൂടെ ഡോക്ടർ ഇട്ടിട്ടുണ്ട്, ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടുള്ള. അത് നമ്മളൊന്ന് കാണാം. ഈ വീഡിയോയിൽ സ്റ്റൈലിഷ് ആയിട്ട് ഇരിക്കുന്ന ഡോക്ടർ അല്ലേ? എനിക്ക് പക്ഷേ എനിക്ക് ഇഷ്ടം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെയാണ്. അതുകൊണ്ട് ഈ ഡോക്ടർ എനിക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ചിരിക്കുമ്പം പ്രത്യേക ഒരു വൈബാണ്. എനിക്ക് ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഡോക്ടറെ തന്നെയാണ് ഇഷ്ടം. അതുപോലെ ഡോക്ടർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ക്ഷമയോട് കാത്തിരിക്കുക, നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കുറച്ച് ടൈം എടുക്കുമെന്ന്. അതെനിക്ക് തോന്നുന്നു ഡോക്ടർ സിനിമയെപ്പറ്റിയും ഡോക്ടർ ഭാവി പരിപാടിയെപ്പറ്റിയൊക്കെ പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കേ, സമയമെടുത്ത് ചെയ്യാം. നല്ല സമയമെടുത്ത് ചെയ്താലും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അതിനുവേണ്ടി എത്ര കാത്തിരിക്കാനും ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവരെല്ലാം തയ്യാറാണല്ലേ? അപ്പം ഈ 2 വീഡിയോവും ഈ ഒരു മെസ്സേജുമാണ് ഡോക്ടർ 2 ദിവസത്തിനുള്ളിൽ ഇട്ടേക്കുന്ന സാധനങ്ങൾ. അപ്പം ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം സന്തോഷമായി കാണും എന്ന് കരുതുന്നു. കാരണം പ്രത്യേകിച്ച് ബിഗ് ബോസിലാണ്, സീസൺ 4 ബിഗ് ബോസിലാണ് ഡോക്ടറെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇപ്പോഴും ആ സ്നേഹം നിലനിൽക്കുന്നു. ഓക്കെ, മറ്റൊരു വിശേഷമായി വീണ്ടും എത്താം.